പോണില്ല ചിരുന്നേനു ഈ നത്തോല സമ്മതിക്കും. ഇപ്പോഴൊക്കെ പറ്റുള്ളൂ. എന്താണ് കുറച്ചേരം കഴിഞ്ഞാല് കളവത്തിയാവില്ലേ? കളവത്തിയല്ല കിളവത്തി. എന്തായാലും രാവിലെ വയസ്സാവില്ലേ? അപ്പൊ ഞങ്ങള് പോയിട്ട് വരെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നിക്കാനോട് വീട്ടില്ല, നിങ്ങളെ തള്ളിക്കൊണ്ടുപോണ്ടി വരും. അപ്പൊ ഞങ്ങളിങ്ങി വെൽക്കം ടു പൂരങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ ചെർപ്പളശ്ശേരി നമ്പർ 1 ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും പറയല്ലേ, അക്കാര്യത്തിൽ ഞങ്ങളുടെ നാട് പൂർണ്ണ സാക്ഷരത കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പന്നിയാങ്കുറിശ്ശി പൂരം കഴിഞ്ഞു. അതിന് നമുക്ക് പ്രത്യേകം ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ലേ. ഇത് ആര്യങ്കാവ് കാളവേലയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ ഈ കാളവേലയുടെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു ഈ കാളയുടെ വേല ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കാണുന്നതെന്നൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ കാളവേലയ്ക്ക് ഉണ്ടാവുന്ന സംഭവം കേട്ടോ. കാള ഇങ്ങനെ പാട്ടിനൊത്ത് തലയാട്ടി ഡാൻസൊക്കെ കളിക്കും. പിന്നെ നമ്മൾ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതും നമ്മുടെ കൂത്താട്ടം ഫുള്ള് കണ്ടു നിൽക്കും. അതാണ് കാളയുടെ പരിപാടി. കണ്ടില്ലേ, ഈയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നല്ല ഡപ്പാങ്കൂത്ത് പാട്ടുകളാണ്. അതൊന്നും പക്ഷേ നമുക്ക് ഇവിടെ ഇടാൻ പറ്റൂലല്ലോ. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് മുതലാളി എന്നെ തല്ലിക്കൊല്ലും. ആര്യങ്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. എന്താ പറയുക, ഒരു കാടിൻ്റെ നടുക്കൊരു ക്ഷേത്രം വെച്ച മാതിരിയാണ് നമുക്ക് തോന്നുക. ഒരു കുന്നിൻപുറത്താണ്, നിറച്ച് 4 പുറം മരങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് രാത്രിയൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്കും ഇത്തിരി പേടിയൊക്കെ തോന്നും. അങ്ങനത്തെ ഒരു ഏരിയയാണ്. പൂരാകുമ്പോൾ പിന്നെ ആ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ ലൈറ്റുകൾ ഇങ്ങനെ മിന്നി മറിഞ്ഞ് കത്തുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറയില്ലേ, പൂഴിയിട്ട ഉതറില്ല, അത്രയും കൂട്ടവും തിരക്കുമായിരുന്നേ. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ പൂരവും താലപ്പൊലിയും വേലയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെ അധികം ആണുങ്ങളൊക്കെ അല്ലേ പോവുക. പെണ്ണുങ്ങളൊന്നും അങ്ങ് തിരക്ക് പെടണ്ടെന്ന് ഓർത്തിട്ട് അവരെയൊക്കെ പകലുള്ള പൂരത്തിനും വേലയ്ക്കൊക്കെയാണ് ഒരുവിധം പണ്ടുള്ള ആൾക്കാരൊക്കെ കൊണ്ടുവരുന്നേ തോന്നുന്നു. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞങ്ങളെയൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നുള്ളൂ. പകലുള്ള പൂരത്തിന് മാത്രം, രാത്രികളിലൊന്നും കൊണ്ടു നടക്കാറുണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒക്കെ ഉണ്ടല്ലോ, പൂരപ്പറമ്പിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെയാണ്. ആൾക്കാർ മാറിയിരിക്കുന്നു, കാലവും മാറിയിരിക്കുന്നു. നല്ല കൂട്ടം എന്ന് പറഞ്ഞാൽ നല്ല കൂട്ടമാണ് കേട്ടോ. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മഹാത്ഭുതം തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ മരുന്നണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയുള്ളൂ. എന്നുവെച്ചാൽ അത്രയും തിരക്കാണ്. നമ്മളിങ്ങനെ തള്ളി കൊണ്ടുപോകും ആൾക്കാർ. പിന്നെ നിന്നിട്ട് കുറേ അധികം നേരം അവിടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഒരു കുന്നിൻ്റെ ചെരുവുമാരിയുള്ളൊരു ഭാഗത്തേക്ക് ഞങ്ങളങ്ങ് കയറി നിൽക്കുക ചെയ്തത്. അപ്പോൾ പിന്നെ തിരക്കൊക്കെ അങ്ങ് ഒഴിഞ്ഞോട്ടാ. അപ്പോൾ എൻ്റെ ആദ്യമാണെങ്കിൽ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു കൂട്ടുകാരെ കൂടെ. അപ്പോൾ അമ്പലത്തിൽ വെച്ച് അവനെ കണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരൂ ചേട്ടാ, നിങ്ങളെ ഒന്ന് എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ്. അതെല്ലാം കഴിഞ്ഞ് ഇത്തിരി അപ്പുറത്ത് അവനും അവൻ്റെ കൂട്ടുകാരൊക്കെ ഭയങ്കര ഡാൻസും ഭയങ്കര സ്റ്റെപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്തിരിയൊക്കെ ഭാഗങ്ങളെ ഞങ്ങൾ കണ്ടുള്ളൂ, എടുക്കാൻ പറ്റിയുള്ളൂ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഒരു ഓരത്തേക്ക് മാറിയിരുന്നു. ഇപ്പം നമ്മൾ ഫാമിലി ഓനെ നോക്കി നിന്നിട്ട് ഓൻ്റെ ഫ്രീഡം പോണ്ട അല്ലേ. ഏകദേശം ഇപ്പോൾ 2 കൊല്ലമൊക്കെ ആയിട്ട് ആദ്യം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. 2-3 കൊല്ലമൊക്കെ ആയി. വൈകിട്ട് ഒരു 5-5:30 കൂടി കൂട്ടുകാരുടെ കൂടെയാണ് ഇങ്ങനെ വേലയും പൂരമൊക്കെ കാണാൻ അധികം പോവുക. വല്ലപ്പോഴും ഒക്കെയാണ് ഞങ്ങളുടെ കൂടെ വരാറുള്ളൂ. ഓൻ്റെ കൂട്ടുകാരുടെ ആ ഒരു വൈബിൽ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. അച്ചൂസ് പിന്നെ അതിനാവണമല്ലോ. ഞാൻ ഇത്തവണ ഇല്ല എന്ന് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ വേല കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പൂരമാണല്ലോ. അപ്പം എന്നാൽ പൂരത്തിന് പോവാം, വേലയ്ക്കില്ല എന്ന് പറഞ്ഞതാണ്. എൻ്റെ ഗ്യാസ് കഴിഞ്ഞിരുന്നു. എനിക്ക് വൈകുന്നേരത്തേക്കും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. ഫുഡൊന്നല്ല, ചോറിക്ക് കൂട്ടാനുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഗ്യാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനും കെട്ടിയവനും വഴക്കുമായി. അപ്പോൾ തെറ്റിയതുകൊണ്ടില്ല പറഞ്ഞാണ്. പക്ഷെ അച്ചൂസ് വാശി പിടിച്ച് എന്നെ കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. വന്നേ പാട് പിന്നെ മുണ്ടി. കാരണം എന്തെങ്കിലുമൊക്കെ തിന്നാനും കുടിക്കാനും കിട്ടണമെങ്കിൽ കെട്ടിയവനോട് മുണ്ടണമല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ ആ മനുഷ്യൻ്റെ അടുത്ത് മുണ്ടിയതാണ്. അങ്ങനെ കുറച്ചധികം കാളയും പൂരാഘോഷവും എല്ലാം കണ്ട് നമ്മളവിടുന്ന് തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. തവണ ഏട്ടൻ്റെ അടുത്ത് കുറച്ച് പൈസ കമ്മിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഓരോ ഐസ്ക്രീമും പിന്നെ അച്ചൂട്ടൻ്റെ എന്താ ഇട്ടാപ്പൊട്ടിയോ അങ്ങനെ എന്തോ ഒരു സംഭവം മാത്രമേ വാങ്ങിയുള്ളൂ. ഏട്ടനാണെങ്കിൽ അതും വെച്ച് കളിക്കുക. ഏട്ടൻ കളിക്കും, കളിക്കാതിരിക്കില്ല. കാരണം ആൾ ഇത്തിരി മിനിങ്ങിയിട്ടുണ്ടേ. കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പൂരാഘോഷത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു കളിയും ചിരിയും ഒക്കെ ഇത്തിരി കൂടുതലാണ് ഇത്തവണ. പൂരത്തിന് മുമ്പേ ഞാൻ ശരിക്കും പേടിച്ചു. ഇങ്ങേരെയും കൂടെ പോയി കഴിഞ്ഞാൽ തെക്കിക്ക് പോയാൽ വടക്കേക്കും കിഴക്കിക്ക് പോയാൽ പടിഞ്ഞാറ്റേക്കും കൊണ്ടുപോകും ആവോ എന്നൊക്കെ. പിന്നെ സ്റ്റാമിന ഉണ്ട് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ വിശ്വസിച്ച് പൂരത്തിനല്ല നമ്മളെ വേലയ്ക്ക് പുറപ്പെട്ട് പോയാണ്. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ കാട്ടിക്കൂട്ടണ നോക്കിയേ, ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണില്ലേ, ചിരിക്കാത്ത മനുഷ്യൻ ചിരിക്കുന്നു, കളിക്കാത്ത മനുഷ്യൻ കളിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മറ്റവൻ്റെ മാത്രം കഴിവാണ് കേട്ടോ. ഞങ്ങൾ ഗൂഡ്സിലാണേ പോയത്. പോകുന്ന വഴിക്ക്
അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് നിർത്തിയിട്ടു. തിരിച്ച് ഞങ്ങൾ വണ്ടിയിൽ തന്നെ പോരുകയും ചെയ്തു. അപ്പോൾ ആദിയുടെ കൂട്ടുകാരും ഗൂഡ്സിൻ്റെ പിന്നിൽ കയറുക ചെയ്തത് കേട്ടോ. നല്ലൊരു ട്രിപ്പ് എടുത്തിട്ടാണ് നമ്മളിങ്ങോട്ട് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മളിങ്ങനെ പൂരത്തിനും വേലയ്ക്കൊക്കെ പോകുമ്പോൾ ഏട്ടൻ പുറത്തുനിന്ന് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരലുണ്ട്. തവണ ഒന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാകുമ്പോഴുള്ള മാതിരി ഇല്ലാത്ത മാതിരി അല്ലേ. അപ്പോൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ചോറിക്കുള്ളൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയാണ്, പ്രത്യേകിച്ച് വേറെ ഒന്നും കാട്ടല്ലാത്തതുകൊണ്ട് ഇതും കൂടെ അങ്ങ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് മുട്ട കുത്തി പൊരിക്കൂലേ, അങ്ങനെ ആക്കുകയാണേ. അതിന് വേണ്ടി നമ്മളെ ഇരുമ്പൻ ചട്ടി അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. അടുപ്പ് പിന്നെ കത്തിക്കാനൊന്നും ഒരു പാടും പെട്ടിട്ടില്ല. രാവിലെ തൊട്ട് അന്തിയോളം ഞാനിത് കത്തിക്കുകയല്ലേ. ഓലക്കൊടി അങ്ങ് ചെനക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീ അങ്ങോട്ട് കത്തിപ്പിടിച്ചോളും. അപ്പോൾ അതൊക്കെ അങ്ങനെ പെട്ടെന്ന് തീയൊക്കെ കത്തിപ്പിടിച്ചു. നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ നല്ലോണം വഴറ്റിയെടുക്കുകയാണ്. വേറൊരു പാത്രത്തിൽ ഒരു 3-4 മുട്ടയും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് അത് നല്ലോണം ഇളക്കി നല്ല പരുവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കും, 2 കുറ്റിയില്ലേ, ഒരെണ്ണം നിറച്ച് വെച്ചൂടെ എന്നുള്ളത്. സംഭവമൊക്കെ ശരി തന്നെയാണ്, നിറച്ച് വെക്കുക. കുറ്റിയൊക്കെ 2 ഉണ്ട്. പക്ഷേ ഗ്യാസ് വരുന്ന നേരത്ത് നമ്മളെ കയ്യിൽ ചിലപ്പോൾ ഒക്കെ അല്ലേ പൈസ ഉണ്ടാവുള്ളൂ. പിന്നെ ഏട്ടനും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ചപ്പോൾ പിന്നെ കഴിയുമ്പോഴത്തേക്കൊന്ന് നിറയ്ക്കാമെന്ന് പറഞ്ഞു. എനിക്കറിയായിരുന്നു കഴിയുമെന്ന്. ഏകദേശം 2 മാസത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നേ ഗ്യാസും കുറ്റി വെച്ചിട്ട്. നമുക്ക് ഇത്രയൊന്നും നിൽക്കാറില്ല. പക്ഷെ ഇപ്പോൾ കുറേ കണ്ട് അടുപ്പത്ത് വെക്കുകൊണ്ടാണ് ഗ്യാസും കുറ്റി ഇത്രയും നിന്നത്. അപ്പം അത് നിറച്ച് വെക്കാത്തതിൽ പെട്ടതാണ്. പിന്നെ അപ്പുറം ഇപ്പുറം ഉള്ളിടത്തൊന്നും നിറച്ച കുറ്റിയില്ല. എല്ലാവരുടെ അടുത്തും ഇനിയിപ്പോൾ നിറച്ചിട്ട് വേണം. അപ്പോൾ വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം അടുപ്പത്ത് തന്നെ ആക്കി. പിന്നെ ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ വീട്ടിൽ ചോദിച്ചാൽ കിട്ടാറൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നിറച്ചങ്ങ് കൊടുത്താൽ മതി. അടുപ്പ് നല്ലോണം കത്തുന്നുണ്ട് കലകലേനെ. അപ്പോൾ പിന്നെ വേണ്ട, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. ആരുടെ നിന്നെങ്കിലും മേടിച്ചു കൊണ്ടുവന്നാൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല. പെട്ടെന്ന് അത് കഴിഞ്ഞാൽ ഓരുടെ കഴിയുമോയെന്ന് ഓർത്തിട്ട് ഉള്ളിയും പച്ചമുളകും വാടി കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുമില്ല, അതങ്ങോട്ട് വഴറ്റി നല്ല പരുവായി കഴിഞ്ഞാൽ അതിൽ തക്കാളി ഇടുക. തക്കാളി നല്ലോണം വഴറ്റി വെന്ത് കഴിഞ്ഞാൽ മുട്ട ഒഴിച്ച് കുത്തി ഇളക്കി എടുക്കുക. അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്യാസ് കഴിഞ്ഞത് വ്യാഴാഴ്ച വൈകിട്ടാണ്. എന്നുവെച്ചാൽ അന്നത്തെ എല്ലാ പണിയും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമാധാനമായി. ഞാനോർത്ത് വെള്ളിയാഴ്ച മേടിച്ച് തരുമെന്ന്. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഗ്യാസ് ഇപ്പം അടുത്ത് വന്ന് പോയാണ്, നിങ്ങൾ നിറച്ച് തന്നില്ല, എനിക്ക് വെള്ളിയാഴ്ച ഇന്ന് തന്നെ എനിക്ക് കിട്ടണം, ഗ്യാസ് ഇല്ലാണ്ടെങ്കിൽ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് വഴക്കൂടി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, മേടിച്ച് തരേ, വൈകുന്നേരത്തേക്ക് എത്തിച്ചു തരാമായിരുന്നു. പറ്റിച്ചു. ഓട്ടത്തിനും കാര്യങ്ങൾക്കും പോയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പറ്റിയില്ല. പിന്നെ അപ്പോഴത്തേക്കും നമുക്ക് വേലയ്ക്കൊക്കെ പോകാറായി. അങ്ങനെ വേലയ്ക്കൊക്കെ പോന്നു. അപ്പോൾ ഞാൻ ആ ഒരു പേരും പറഞ്ഞിട്ടുണ്ടായ ഒരു വഴക്കാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച എനിക്ക് കൊണ്ടു തന്നില്ല. ഞാൻ ഏകദേശം ഒരു 2:30-3 മണിയോട് കൂടിയൊക്കെയാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തത്. ഈ നേരം വരത്തേക്കും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ ഗ്യാസ് ഏജൻസി പോയി മേടിച്ചു കൊണ്ടുവന്ന് യാതൊരു പ്രതീക്ഷയ്ക്കില്ല. ഇനി നാളെ ഞായറാഴ്ച എന്തായാലും കിട്ടൂല. അപ്പോൾ തിങ്കളാഴ്ചയാണ് ഇനി ആകെ ഒരു പ്രതീക്ഷ ഉള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ആരുടെയെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച നമുക്ക് മേടിക്കാൻ കിട്ടൂല. ഓര് കുടുങ്ങരുതല്ലോ നമ്മൾ കാരണം കൊണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം കത്തുന്ന വിറകുണ്ടാവുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ അപ്പോൾ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ഓളത്തിനും താളത്തിനൊക്കെ ഇങ്ങോട്ട് പോയാൽ മതിയല്ലോ. പക്ഷെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് മേന ഒരു ചായ വയ്ക്കണമെങ്കിലും കൂടെ അടുപ്പാട് കത്തിക്കണം. എൻ്റെ കറണ്ട് അടുപ്പിൻ്റെ കാര്യവും ആവശ്യനിലയാണ്, കഷ്ടമാണ്. അതെപ്പോഴോ ചത്തിട്ടുണ്ട്. അത് നേരെയൊക്കെ കൊടുക്കുകയും ചെയ്തില്ല. അതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. അതൊക്കെയാണത്രേ ജീവിതം. എന്താ അല്ലേ കഥ. അപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റൽ കഴിഞ്ഞ് അതിലോട്ട് നമ്മൾ ആ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയൊക്കെ പാർന്ന് ഇതുപോലെ നല്ലോണം ചിക്കി അങ്ങ് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി മുട്ട കുത്തി പൊരിച്ചതാണ്. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട. എൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ. മുന്നേ ഇത് എണ്ണ ഇത്തിരി കുറവായിരുന്നേ, ചട്ടിയിൽ പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുത്തതാണ്. എന്നെ ആരും ചീത്ത വിളിച്ചേക്കരുത്. പറ്റി അങ്ങ് എണ്ണയില്ലാണ്ടായി കഴിഞ്ഞാൽ ഒരു രുചി ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. പിന്നെ അതിൽ അടിയിൽ പിടിക്കും. അപ്പോൾ അത് ഒരു വേറെ മാതിരി ടേസ്റ്റ് ആവില്ല. നമ്മുടെ ഇരുമ്പൻ ചട്ടിയിലിട്ട് എന്തുണ്ടാക്കിയാലും നല്ലതാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഇതുപോലെ ഇങ്ങനെ വറുവറുന്ന നമ്മൾ മുട്ടയൊക്കെ കുത്തി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഏട്ടന് ഊണ് വേണ്ട പറഞ്ഞു കേട്ടോ. എന്നുവെച്ചാൽ ഏട്ടനൊരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയാണ്. അവിടുന്ന് കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്തല്ലേ വന്നത്. അതുകൊണ്ട് വയറിന് കോളില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനും അച്ചൂസും ആദ്യം പിങ്കൂസും കൂടെ ഊണൊക്കെ കഴിച്ചിട്ടുണ്ട്. പിങ്കുട്ടിക്ക് പിന്നെ ഇത് തന്നെ കൊടുത്തു. അവൾക്ക് സെപ്പറേറ്റ് മുട്ടയൊന്നും കുത്തി പൊരിച്ചില്ല. നല്ല എരിവും ചൊടിയൊക്കെ ഉള്ള മുട്ടെങ്കിൽ ചോറിട്ടാണ് കൊടുത്തു. എൻ്റെ കുട്ടിക്ക് എല്ലാം ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് പ്രത്യേകമായി ഉണ്ടാക്കി കൊടുത്താലും ഇഷ്ടമാണ്, നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഇഷ്ടമാണ്. ഒരുപാടങ്ങ് എരിവായി കഴിഞ്ഞാൽ അവൾക്ക് തീരെ വയ്യ. അപ്പോൾ അവൾ തിന്നൂലേ, അത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ മുട്ട കുത്തി പൊരിച്ചേം
പിന്നെ ഞാൻ കുറച്ച് വല്യുള്ളി തൈരിൽ ഇങ്ങനെ ഇളക്കി അതുപോലെ ഒരു സംഭവമാക്കി എടുത്തു. എന്ന് വെച്ചാൽ ഉള്ളിത്തൈരുമാതിരി ആക്കാൻ തൈര് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി തൈരിൽ ഇങ്ങോട്ട് ഉപ്പ് ഇട്ട് ഇളക്കിയെടുത്തു. അപ്പോൾ ആ ഉള്ളി ഇങ്ങനെ കടിച്ച് തിന്നാൻ നല്ല സ്വാദാണ്. പിന്നെ എരിവുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് ഒരിത്തിരി പുളി നല്ലതാണല്ലോ. ഇത് ചിരങ്ങ തേങ്ങ അരച്ച് വെച്ച കറിയാണ് കേട്ടോ. ഞാൻ മുന്നേ കാട്ടിയിട്ടുണ്ട് ഷോർട്സിലൊക്കെ. നല്ലതാണ്. തക്കാളിയൊക്കെ ഇട്ട് കഷ്ണം വേവിച്ചിട്ട് തേങ്ങ വറുത്തരയ്ക്കുക. നല്ല ടേസ്റ്റ് അങ്ങനെ കറി വെച്ചാലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അടുക്കള ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയോൾ ആ സമയം കൊണ്ട് പലതപ്പം എല്ലാം കഴിഞ്ഞ് ബെഡിലേക്ക് അങ്ങനെയും മറങ്ങിയിട്ടുണ്ട്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു മരിക്കൽ കഴിഞ്ഞിട്ടേ. അച്ചൂട്ടനെ ഈ മഞ്ഞൊക്കെ കൊണ്ടിട്ട് എന്താ അറിയൂല, ഇന്ന് രാവിലെ തൊട്ട് എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച രാവിലെ തൊട്ട് ഒരു ചങ്കിന് അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഐസ്ക്രീമും കഴിച്ചില്ലേ, ഇനിയിപ്പോൾ പനിക്കും ആവാട്ടോ. പനി വരുന്നതിൻ്റെതായ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. ഇതിപ്പോൾ ഇന്ന് തന്നെ കഴിഞ്ഞ് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. കാരണം നമ്മൾ അപ്പുറത്തൊക്കെ പോയിരുന്നിട്ടാണ് വൈഫൈ ഒക്കെ എടുത്തിട്ട് വീഡിയോ ഒക്കെ ഇതിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. ഇന്ന് തന്നെയാണ് നമ്മളുടെ ആര്യങ്കാവ് പൂരം വരണേ കേട്ടോ. ഇന്നലെ വേല, ഇന്ന് പൂരം. അപ്പം ഇന്ന് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ നടക്കുകയെന്ന് അറിയില്ല. പോവുകയാണെങ്കിൽ ആ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചും കൊണ്ട് വീഡിയോ ആക്കാം കേട്ടോ. സംഭവം ഇത്തിരി നേരം പോയി ആ തിരക്കിൽ അതെല്ലാം കണ്ടു. അപ്പോഴത്തേക്കും എന്തോരം ക്ഷീണമെന്നറിയോ. അപ്പോൾ അതെല്ലാം കണ്ട് തുള്ളിച്ചാടി നടക്കുന്നവരുടെ കാര്യം എന്തായിരിക്കും അല്ലേ. പക്ഷെ അതൊക്കെ ഒരു രസം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇല്ലായാലും വല്ലായാലും ജീവിതത്തിലെ 100,000 പ്രശ്നങ്ങൾക്കിടയിലും ഒക്കെ നമുക്ക് കിട്ടാവുന്ന അതുപോലെയുള്ള സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക, ഒഴിവാക്കാണ്ടിരിക്കുക. എല്ലാം കൂടെ ഡ്രസ്സെല്ലാം അഴിച്ച് എൻ്റെ ബെഡേ കൊണ്ടുവന്ന് വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. അപ്പം ഞാനതെല്ലാം ഇങ്ങനെ തൽക്കാലം അഴയിലൊന്ന് തൂക്കിയിട്ടാണ്. ഇനി ബാക്കിയൊക്കെ നാളെ, ഇന്നൊട്ടും വയ്യ. അപ്പം ഞാനും അറിയാൻ പോവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ്. അതുമാതിരി എന്നെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയണ മാതിരി ഒത്തിരി 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 സ്നേഹത്തോടെ 1000 താങ്ക്സ് കേട്ടോ. തൊട്ട് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. പുതുതായി ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്ത് ഒന്ന് കൂടെ കൂട്ടി വയ്ക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ.